ദേവി, നിങ്ങൾക്ക് ശിലാസ്ഥാപനം നടത്തി തന്ന സാക്ഷാൽ ഇബ്നു തൈമിയന്റെ വാക്ക് ഖുർആൻ പറഞ്ഞതുപോലെയാണ് എന്ന് ഇസ്ലാഹി പ്രസ്ഥാന ചരിത്രത്തിന് ഒരു ആമുഖം എന്ന പുസ്തകത്തിൽ വഹാബികളും മൗദൂദികളും എഴുതി വെച്ചു. ഇയാൾ എന്താ പറയണത്? നമ്മൾ സുന്നിയല്ലെന്നും. ആരാ സുന്നി? നമുക്ക് തെളിയിച്ചെടുക്കാം. നിങ്ങൾ നോക്കൂ. ഇബ്നു തൈമിയ പറയുന്നു, മാ യർവാ മിൻ അന്ന ഖൗമൻ സമിഉ റദ്ദസ്സലാം മിൻ ഖബ്രി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അന്ന ഖൗമൻ, തീർച്ചയായും ഒരു ജനത, സമിഉ അവർ കേട്ടു, റദ്ദസ്സലാം സലാമിനെ കേട്ടു. എവിടെ നിന്നും? മിൻ ഖബ്രി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറിൽ നിന്ന്. നബി തങ്ങൾക്ക് അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് എന്ന് വിളിച്ച് ഒരാളല്ല, അന്ന ഖൗമൻ ഒരു ജനത, ഒരു കൂട്ടം ആളുകൾ സലാം പറഞ്ഞപ്പോൾ നബിതങ്ങൾ കേട്ടു. എവിടെ ഭാഗം എന്താ? മരിച്ചവർ കേൾക്കൂല, കാണൂല, അറിയൂല എന്നല്ല, അത് കേട്ടിട്ട് സലാം അടക്കി, റദ്ദ് ചെയ്തു. അത് സലാം പറഞ്ഞ ജനത കേട്ടു എന്ന് മാത്രമല്ല, ഖുബൂരി ഗൈരിഹി മിന സാലിഹീന, നബിതങ്ങളുടെ താഴേക്കിടയിലുള്ള മഹാന്മാക്കളുണ്ടല്ലോ, അവരോട് സലാം പറഞ്ഞപ്പോൾ അവർ കേൾക്കുകയും മടക്കുകയും ചെയ്തു. അവർ മടക്കിയത് അവരോട് സലാം പറഞ്ഞ ആളുകൾ കേട്ടു എന്നല്ല. അന്ന സഈദ് ഇബ്നുൽ മുസയ്യിബ് കാന യസ്മഉൽ അദാന മിനൽ ഖബ്രി ലയാലിൽ ഹറ. കണ്ടോ? അങ്ങനെ മദീനയിൽ മുക്കരിയില്ല, മുഅദ്ദിനില്ല, എല്ലാവരും പേടിച്ചോടി. ഹറ കലാപം ഉണ്ടായിട്ടുണ്ട് മദീനയിൽ. എപ്പോഴാണ് ളുഹുർ, അസ്ർ, മഗ്രിബ്, ഇശാ, സുബ്ഹ് എന്ന് അറിയാതെ ഖബറിന് സമീപത്ത് സഈദുൽ മുസയ്യിബ് റളിയല്ലാഹു തആല തങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നിട്ടുള്ളൂ. വഫാത്തായ നബി സഹായിക്കുമെന്ന് പച്ചയായി ഇബ്നു തൈമിയ അതാ എഴുതി വെച്ചിരിക്കുന്നു. കാന യസ്മഉൽ അദാന മിനൽ ഖബ്രി ലയാലിൽ ഹറ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖബറിന്റെ ഉള്ളിൽ നിന്ന് ബാങ്ക് വിളിച്ചുകൊണ്ട് അതാ നിസ്കരിക്കാൻ വേണ്ടി ഇൻഫർമേഷൻ ആർക്ക് കൊടുക്കുന്നു? സഈദുൽ മുസയ്യിബ് റളിയല്ലാഹു തആല അൻഹു, വലിയ സഹാബി, മഹാനവർഗൾക്ക് അതാ ബാങ്ക് വിളിച്ച് സഹായിക്കുന്നു. വനഹിവിദാലക്ക് ഇതുപോലത്തെ ഒരുപാട് സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഫഹാദ കുല്ലുഹു ഹഖുൻ, ഇത് മുഴുവനും ഹക്കാണ് കേട്ടോ. കണ്ടോ? ലൈസ മിമ്മാ നഹ്നു ഫീഹി, നമ്മൾ ഇത് എതിർക്കുന്നില്ല. വൽ അംറു അജല്ലു മിൻ സാലിക വഅലമു, ഖബറിൽ നിന്ന് ഇതല്ല, ഒരുപാട് സഹായങ്ങൾ കിട്ടും, അത് ധാരാളം പറയാനുണ്ട് എന്നാരാ പറയണത്? പച്ചയായി ഇബ്നു തൈമിയ രേഖപ്പെടുത്തി വെക്കുന്നു. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ ഇബ്നു തൈമിയ, ഒന്നാം നമ്പർ നിങ്ങളുടെ വാദം അനുസരിച്ച് ആരായി? മുശ്രിക്കായി. ഇബ്നു തൈമിയ ജൂതനാണോ? ഇബ്നു തൈമിയ ഷിഈ വിശ്വാസക്കാരനാണോ? യഹൂദിസം ഇവിടെ ഉണ്ടാക്കിയ ആളാണോ? അതുകൊണ്ട് ഇബ്നു തൈമിയ പച്ച കാഫറാണോ എന്ന് പറയാൻ പറ്റുമോ? പറ. ആൺകുട്ടിയാണെങ്കിൽ പറ, അല്ലെങ്കിൽ ഞാൻ വായിച്ച് തെറ്റുണ്ടോ? അല്ലെങ്കിൽ വായിച്ച് പറ. നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയൂല. എന്തുകൊണ്ട്? നിങ്ങൾ പച്ചയായി എഴുതി വെച്ചു നിങ്ങളുടെ പുസ്തകത്തിൽ. ഇബ്നു തൈമിയന്റെ കലിമാത്തുകൾ അല്ലാഹുവിൻ്റെ കലിമാത്ത് പോലെയാണ്. ഖുർആൻ തെറ്റുണ്ടാവില്ല. ഇതുപോലെ ഇബ്നു തൈമിയ പറഞ്ഞാൽ ഖുർആൻ പറഞ്ഞതുപോലെയാണ്. ഖുർആൻ തെറ്റുണ്ടാവില്ല. ഇബ്നു തൈമിയ പറയുന്ന നല്ല മക്കളെ വഫാത്തായ നബി സഹായിക്കും എന്നല്ല, നബി തങ്ങൾ സഹായിച്ചു എന്നല്ല. നിങ്ങൾ നോക്കൂ, സഹായിക്കുക മാത്രം. സഹായിക്കണമെങ്കിൽ എന്ത് വേണം? ഖബറിന്റെ ഉള്ളിൽ നിന്ന് ഉപരിമണ്ഡലത്തിൽ നടക്കുന്ന സംഭവങ്ങൾ അറിയണ്ടേ? നബി തങ്ങൾ അറിഞ്ഞു. കാരണം ബാങ്ക് വിളിക്കാൻ പള്ളിയിൽ മുക്കരിയില്ല, മുഅദ്ദിനില്ല, അതറിയുന്നു. ഖബറിന്റെ ഉള്ളിൽ കിടക്കുന്ന റസൂലുള്ളാഹി തങ്ങൾ അറിയുന്നു. അറിഞ്ഞിട്ട് അതാ സഹായിക്കുന്നു. അപ്പോൾ സഈദുൽ മുസയ്യിബ് റളിയല്ലാഹു തആല അത് കേൾക്കുന്നു, കേട്ടിട്ട് അത് അനുസ്കരിക്കുന്നു. അപ്പോൾ വഫാത്തായി പോയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിസ്കരിക്കുക, ആ നിസ്കാരം കളാക്കാൻ പറ്റൂല. അതുകൊണ്ട് റസൂലുള്ളാഹി തങ്ങൾ നിസ്കരിക്കാൻ വേണ്ടി സഈദുൽ മുസയ്യിബ് റളിയല്ലാഹു തആല തങ്ങൾക്ക് അതാ ബാങ്ക് വിളിച്ചു കൊടുത്തുകൊണ്ട് അതാ നിസ്കാരം നടത്താൻ വേണ്ടി വഫാത്തായ നബി അബൗദികമായ മാർഗത്തിൽ, മനുഷ്യകഴിവിന് അതീതമായി, പ്രത്യക്ഷം അല്ലാത്ത പരോക്ഷമായ കാര്യകാരണ ബന്ധങ്ങൾക്ക് അധീനമായി, അപ്പുറമായി, മറഞ്ഞ മാർഗത്തിൽ അതാ സഹായം ചെയ്യുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പല പ്രവർത്തനങ്ങളും, തസറുഫാത്തുകൾ, തദ്ബീറുകൾ ചെയ്യുന്നു. ഖുർആൻ എന്താ പറഞ്ഞത്? ഫൽ മുദബ്ബിറാത്തി അംറ, അല്ലാഹുവിൻ്റെ മഹാന്മാക്കൾ കാര്യ നിർവഹണങ്ങൾ, തസറുഫാത്തുകൾ, ക്രയാവിക്രയങ്ങൾ, തദ്ബീർ, നിയന്ത്രണങ്ങൾ നടത്തുന്ന മഹാന്മാക്കളെ തന്നെ സത്യം. ലോകത്ത് ഏതെല്ലാം മഹാന്മാക്കൾ നിയന്ത്രണം നടത്തും? അവരുടെയൊക്കെ മേൽ നിയന്ത്രണം നടത്തുന്ന ആളാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പഠിക്കണം, സാധാരണക്കാർ പഠിക്കണം. ഇത് ഇബ്നു തൈമിയ പച്ചയായി എഴുതി വെച്ചതല്ലേ? ഞാൻ വായിച്ചത് തെറ്റാണ്, അർത്ഥം തിരിമറി നടത്തിയെങ്കിൽ അബ്ദുർ റസാഖ് മൗലവി വായിക്കട്ടെ, ലഫ്ളൻ ബിലഫ്ള് വായിക്കട്ടെ. എന്നല്ല ഇബ്നു തൈമിയ എന്താ പറഞ്ഞത്? ഫഹാദ, ഇപ്പറഞ്ഞ സംഭവം, കുല്ലുഹു മുഴുവനും, ഹഖുൻ. ഹഖുൻ എന്ന് പറഞ്ഞാൽ എന്താ?
യാഥാർത്ഥ്യമാണ്, പരമാർത്ഥമാണ്, പരമസത്യമാണ്. എവിടെ വാദാനുസരിച്ച് ഫഹാദ കുല്ലുഹു ഷിർക്കുൻ, ഇത് ഷിർക്കാണു എന്ന് പറയണം. അല്ലെങ്കിൽ ഫഹാദ കുല്ലുഹു ബിദ്അത്തുൻ, അനാചാരമാണെന്ന് പറയണം. അല്ലെങ്കിൽ ഫഹാദ കുല്ലുഹു ഖുറാഫാത്ത്, ഖുറാഫാത്താണെന്ന് പറയണം. അല്ലെങ്കിൽ ഫഹാദ കുല്ലുഹു ഹറാം, ഇത് ഹറാമാണെന്ന് പറയണം. അല്ലെങ്കിൽ ഫഹാദ കുല്ലുഹു മൗലൂഉൻ, ഇത് കെട്ടിച്ചമച്ച ബാത്തിലാണ്, നിർമ്മിച്ചുണ്ടാക്കിയതാണെന്ന് പറയണം. ഒന്നും പറയാതെ എന്താ പറഞ്ഞത്? ഫഹാദ കുല്ലു ഹഖുൻ, ഇത് മുഴുവനും ഹഖാണ് ജനങ്ങളെ. ഇബ്നു തൈമിയ. അപ്പൊ ഇബ്നു തൈമിയയുടെ വാദം അനുസരിച്ച് 1-ാം നമ്പർ മുശ്രിക് ഇബ്നു തൈമിയ. ഇതാ ഞാൻ പറയണത്. പ്രമാണബദ്ധിതമായി സംസാരിക്കാൻ വല്ല മൗലവിയെ ക്ഷണിച്ചാലേ മൗലിമാരെ കിട്ടൂല. ആൺകുട്ടിയാണെങ്കിൽ അബ്ദുറസാഖ് മൗലവി അതാ എൻ്റെ വാദത്തിന് മറുവാദം എഴുതിയിട്ട് സംവാദം തയ്യാറാവും. അബ്ദുറസാഖ് മൗലവി എന്നല്ല, ഏത് മൗലവി ആയാലും. ഈ ഒരു റെഡിമെയ്ഡായിട്ട് എല്ലാ ഗ്രൂപ്പിലും ഇങ്ങനെ നടന്നോളി. ഇതിനൊക്കെ എത്രയോ പ്രാവശ്യം നിങ്ങൾക്ക് മറുപടി തന്നതാണ്. നിങ്ങൾ മാങ്കുട്ടിയാണെങ്കിൽ സംവാദത്തിന് തയ്യാറാവും മുസ്ലിയാരെ. നിങ്ങൾക്കൊരു പേരില്ലേ, ആ പേര് വെച്ചിട്ട് വാദം എഴുതൂ, സംവാദം നടക്കട്ടെ. മൗലവി, നിങ്ങളല്ലേ കുറച്ചു മുന്നേ പറഞ്ഞ നമുക്ക് മുഖാമുഖം നടത്താന്ന്. ഇപ്പൊ മുഖാമുഖമാണത്. നിങ്ങൾ വാദപ്രതിവാദത്തിന് തയ്യാറാകൂല, വെറുതെ നുണ പറയില്ലേ. നുണ പറഞ്ഞ് രക്ഷപ്പെടാൻ ഞങ്ങൾ അനുവദിക്കൂല. നിങ്ങൾ എവിടെയാ മറുപടി പറഞ്ഞത്? എന്നാ കേൾക്കട്ടെ. ഞാൻ വായിച്ചത് വല്ല തെറ്റുണ്ടോ? എന്നാ നിങ്ങൾ എന്നെ പിടികൂട്. ഞാൻ നേരെ ഉണ്ടല്ലോ, എന്നെ പിടികൂട്. ഞാൻ ഇട്ട കിതാബിനെ നിങ്ങൾ ഗണ്ണിക്ക് പിടികൂട്. ഇതാ വീണ്ടും ഇബ്നു തൈമിയ പറയുന്നത്. എന്താ ഇബ്നു തൈമിയ പറയുന്നത്? നിങ്ങൾ നോക്കൂ, ഞാൻ വായിക്കാം. അവ കദാലിക സുആലു ബഅദിഹിം ലിന്നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഔ ലിഗൈരിഹി മിൻ ഉമ്മത്തിഹി ഹാജത്തുൻ. സുബ്ഹാനല്ലാഹ്. നബി തങ്ങളോട് സഹായം ചോദിച്ചു. നബി തങ്ങളുടെ താഴേക്കിടയിലുള്ള മറ്റുള്ള മഹാന്മാക്കളോട്, ഖബറിൽ കിടക്കുന്ന നബിയോടും നബി അല്ലാത്തവരോടും സഹായം ചോദിച്ചു. ഹാജത്തുൻ, ഓരോ ആളുകൾക്ക് പല ജാതി ആവശ്യങ്ങളാണ്. ആവശ്യങ്ങളൊക്കെ ചോദിച്ചു. ആരാ പറയണത്? നിങ്ങളുടെ അപ്പോസ്തലൻ സാക്ഷാൽ ഇബ്നു തൈമിയ. ഫതുഖ്ല ലഹു, ആവശ്യങ്ങളെല്ലാം ചോദിച്ചവരുടെ ആവശ്യങ്ങളെല്ലാം പൂർത്തീകരിക്കപ്പെട്ടു. കണ്ടോ? ഫഇന്ന ഹാദാ ഖദ് വഖഅ കസീറ, ധാരാളം സംഭവങ്ങൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. വലൈസ ഹുവ മിമ്മാ നഹിനു ഫീഹി, നമ്മൾ അതൊന്നും എതിർക്കുന്നില്ല. കണ്ടോ ഇബ്നു തൈമിയ എത്രത്തോളം പറഞ്ഞു? വീണ്ടും വായിക്കാം. എന്നിട്ട് ഇബ്നു തൈമിയ പറയുന്നു, നിങ്ങളുടെ ഇച്ചാച്ച പറയുന്നു, നിങ്ങളുടെ ശൈഖുൽ ഇസ്ലാം, നിങ്ങളുടെ ഗുരു പറയുന്നു, ഫഹാദൽ ഖദർ ഇദാ ബഖാ യകൂനു കറാമത്തൻ ലിസാഹിബിൽ ഖബരി, അത് ഖബറിൽ കിടക്കുന്ന റസൂലുള്ളാഹി തങ്ങളുടെ കഴിവും കറാമത്തുമാണെന്ന് മനസ്സിലാക്കണം ജനങ്ങളെ. എന്നല്ല അമ്മായി യദുല്ല അലാ ഹുസ്നി ഹാലിസ് സായിലി ഫലാ ഫർഖ ബൈന ഹാദാ വഹാദാ, ചോദിച്ച ആളുകളുടെ നല്ല അവസ്ഥയുടെ മേൽ അറിയിക്കുന്ന തെളിവും കൂടിയാണ് കേട്ടോ. ഗണ്ണിക്കാൻ കഴിയോ? ആൺകുട്ടിയാണെങ്കിൽ ഗണ്ണിക്ക് നോക്കട്ടെ. കിതാബ് വായിക്ക്, കിതാബ് മുന്നിലുണ്ട്. നമ്മൾ വഹാബി മൗദൂദികളുടെ മടയിൽ വന്നിട്ടാ സംസാരിക്കുന്നത്. നിങ്ങളുടെ മടയിൽ കയറിയിട്ടാ ഞങ്ങളതാ കയറി ഇറങ്ങുന്നത്. ആൺകുട്ടിയാണെങ്കിൽ ഇതുപോലെ വായിച്ചു പറ. ആ കിതാബ് മുന്നിലുണ്ട്. ഞങ്ങൾ ഒരു തിരിമറി ഇവിടെ നടത്തുന്നില്ല, നടത്തിയിട്ടില്ല, നടത്തേണ്ട ആവശ്യം അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന് ഇല്ല ഇലാ യൗമുൽ ഖിയാമ. ആൺകുട്ടിയാണെങ്കിൽ അബ്ദുറസാഖ് മൗലവി വായിക്കുക, ലഫ്ളൻ ബി ലഫ്ൾ അർത്ഥം വെക്കുക. എന്നെ പിടികൂട്, ഞാൻ മുമ്പിലുണ്ടല്ലോ. ഇബ്നു തൈമിയ അതാ എന്താ സ്വഹാബത്തിന്റെ നിലപാട്. റസൂലുള്ളാഹി തങ്ങളോട് ചോദിച്ചപ്പോൾ ഉത്തരം കൊടുത്തു. കണ്ട, അപ്പൊ 1-ാം നൂറ്റാണ്ടിൽ തന്നെ ഇസ്തിഗാസ വഫാത്തായി, നബിയോട് ചോദിച്ചു, സ്ഥിരപ്പെട്ട് കഴിഞ്ഞു, സുബൂത്തായി. കണ്ടോ? ഞാൻ ഇതാ പറയാം, ഞങ്ങൾ സുന്നികളാണ്. കണ്ട, സുന്നികൾ എന്നെഴുതിയിട്ട് വാദപ്രതിവാദം നടത്താൻ ഞങ്ങൾ റെഡിയാണ്. ഞങ്ങൾ 100 വട്ടം തയ്യാറാണ്. വായിച്ചിട്ട് ഓരോന്നും അർത്ഥം പറ. ഞാൻ എവിടെയെങ്കിലും തിരിമറി നടത്തിയിട്ടുണ്ടോ? ഞാൻ പദപ്രയോഗത്തിൽ ഞാൻ എന്തെങ്കിലും കൈകടത്തലുകൾ, ദസ്തുകൾ കടത്തി കൂടിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ തന്നെ പിടിക്ക്. അത് മുസ്ലിയാരെ, ഗുരുവായൂർ അമ്പലത്തിലേക്ക് നേർച്ചയാക്കിയാലും ആഗ്രഹ സഫലീകരണം ഉണ്ടാവും. അതുകൊണ്ട് അത് ചെയ്യൽ അനുവദനീയമാണ് എന്നാണോ അതിൻ്റെ അർത്ഥം? ഇബ്നു തൈമിയ റഹ്മഹുല്ലാ അതിൻ്റെ ഇടയിലൊക്കെ പറയുന്നുണ്ടല്ലോ, വലൈസ ഹാദാ നഹ്നു മിമ്മാ ഫീഹി. എന്തിനാണ് അത് പറയുന്നത്? പുട്ടിൽ തേങ്ങ ഇടുന്ന മാതിരി അദ്ദേഹം പറയുന്നുണ്ട്. ഇങ്ങനെ ഓരോ സംഭവങ്ങൾ എടുത്തുദ്ധരിച്ചിട്ട് അദ്ദേഹം പുട്ടിൽ തേങ്ങ ഇടുന്നത് പോലെ പറയുന്നുണ്ട്. വലൈസ ഹാദാ നഹ്നു മിമ്മാ ഫീഹി, ഇതൊന്നും നമ്മുടെ വിഷയത്തിൽപ്പെട്ടതല്ല. അങ്ങനെ പലതും സംഭവിക്കാറുണ്ട്, അങ്ങനെ ഉത്തരം കിട്ടാറുണ്ട്. അതുകൊണ്ടൊന്നും ഇസ്തിഗാസ അനുവദനീയമാണെന്ന് വരൂല. അതാ മനസ്സിലായോ? ഒരു കാര്യം ചെയ്തു അതിൻ്റെ പേരിൽ ഫലം കിട്ടിയത് കൊണ്ടേ
ആ കാര്യം ചെയ്യൽ അനുവദനീയമാണെന്ന് വരൂലാന്ന്. മുസ്ലിയാരെ, വഫാത്തായ റസൂലുള്ളാഹി തങ്ങൾ ആഗ്രഹം പൂർത്തീകരിച്ചു കൊടുത്തു എന്നോ ഉത്തരം ചെയ്തു എന്നൊന്നും ഇബ്നു തൈമിയ്യ പറഞ്ഞിട്ടില്ല. അങ്ങനെ ചെയ്യുമ്പോൾ ചിലപ്പോൾ ആഗ്രഹങ്ങൾ നിറവേറപ്പെടാറുണ്ട്. ആരാ നിഷേധിക്കണത്? ആരും നിഷേധിക്കണില്ല. അപ്പം നിങ്ങളും പറച്ചിലില്ലേ, കുത്തുബിയ്യത്ത് നേർച്ചാക്കി അത് ചെല്ലിപ്പിച്ചു, അതുകൊണ്ട് നമ്മൾ ആഗ്രഹം പൂർത്തീകരിച്ചു എന്ന് നിങ്ങളും പറയാറുണ്ട്. അതിൻ്റെ അർത്ഥം എന്താ? ആഗ്രഹം പൂർത്തീകരിച്ചു എന്നതുകൊണ്ട് ആ കാര്യം ചെയ്യൽ അനുവദനീയമാണെന്ന് വരൂല. അല്ലെങ്കിൽ മരിച്ചുപോയ മുഹിയുദ്ദീൻ ഷെയ്ഖാണ് അത് പൂർത്തീകരിച്ച് തന്നത് എന്നും പറയാൻ പറ്റൂല. അതൊക്കെ അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള ഇസ്തിദ്റാജാണ് മുസ്ലിയാരെ. നിങ്ങളെ വീണ്ടും ഷിർക്കിലേക്ക് മുഖം കുത്തി വീഴാൻ അള്ളാഹു നിങ്ങൾക്ക് അവസരം നൽകുകയാണ്. കാരണം നിങ്ങൾ ഷിർക്കിൻ്റെ സംരക്ഷകരായി മാറി. അപ്പോൾ കൂടുതൽ നിങ്ങൾ അള്ളാഹു അതിൽ പിടിച്ച് മുക്കുകയാണ്. അതിനാണ് ഇസ്തിദ്റാജ് എന്ന് പറയാം. വീണ്ടും പൊട്ടത്തരം. കിതാബ് വായിച്ചോ? കിതാബ് വായിച്ചിട്ട് പറ. എന്ന് പറഞ്ഞാൽ നമ്മളിത് എതിർക്കുന്നില്ലെന്ന്. അതിൻ്റെ അർത്ഥം അങ്ങനെയാണ്, നമ്മളിത് എതിർക്കുന്നില്ല, ഇസ്തിഹാസ എതിർക്കുന്നില്ലെന്നാണ് പറയുന്നത്. ഫത്തുഖുല്ലാലഹുവിൻ്റെ അർത്ഥം ആവശ്യങ്ങളെല്ലാം പൂർത്തീകരിക്കപ്പെട്ടു എന്ന ചങ്ങാതി. വിഗ്രഹത്തിൻ്റെ അടുത്ത് പോയാൽ കിട്ടോ? ഇന്നാലില്ലാഹി റസൂലുള്ളാഹി തങ്ങൾ വിഗ്രഹമാണോ? മഹാന്മാരുടെ വിഗ്രഹമാണോ? ഇബ്നു തൈമിയ്യ അങ്ങനെ പറഞ്ഞത്. ഫഹാദൽ ഖദ്റു ഇദാ വഖ യകൂനു കറാമത ലി സ്വാഹിബിൽ ഖബരി. ഖബറിൽ കിടക്കുന്ന നബിതങ്ങളുടെ സ്വാഹിബായ ഖബറിൽ കിടക്കുന്ന ആളുകളുടെ കറാമത്ത് എന്നല്ലേ പറഞ്ഞത്. വിഗ്രഹത്തിന്റെ അടുത്ത് പോയിട്ട് ചോദിക്കുന്നത് പോലെയാണ് മഹാന്മാരോട് ചോദിക്കുന്ന ഇബ്നു തൈമിയ്യ ഏത് പദത്തിന്റെ അർത്ഥമാണ് പറഞ്ഞത്? എവിടെയാ പറഞ്ഞത്? പച്ച കള്ളത്തരം പറയുന്നു. കിതാബ് വായിക്ക്, ഞാൻ വായിച്ചതുപോലെ വായിക്ക്. ഞാൻ അവിടെ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടല്ലോ, അതുപോലെ ഞാൻ വായിച്ചതുപോലെ വായിച്ച് പറയാൻ നിങ്ങൾക്ക് പറ്റുമോ? നിങ്ങൾക്ക് കഴിയൂല. ആ ഒരു മൗലവിക്കും സാധ്യമല്ല. കിതാബ് വായിക്ക്, കിതാബ് മുന്നിലുണ്ട്. വെറുതെ എന്തെങ്കിലും തലയും വാരില്ലാതെ സംസാരിക്കല്ലേ. ലഫ്ളും ലഫ്ള് ഞാൻ വായിച്ചതുപോലെ വായിച്ചിട്ട് ഓരോന്ന് അർത്ഥം വെക്ക്. സാധാരണ ആളുകൾ മനസ്സിലാക്കണം, എൻ്റെ വായനയും മൗലവിൻ്റെ വായനയും നിങ്ങൾ താരതമ്യം ചെയ്തിട്ട് ഏതാണ് ഹക്ക് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അല്ലെങ്കിൽ ഞാൻ വായിച്ചതുപോലെ മൗലവി വായിച്ചിട്ട് എന്താണ് അവിടെ പറഞ്ഞ വിഷയമെന്ന് മൗലവി പറഞ്ഞു കൊടുക്കട്ടെ. അതാ അതിൻ്റെ അർത്ഥം. അതിൻ്റെ അർത്ഥം എന്താണെന്നുള്ളത് അറിയണമെങ്കിലേ ആ വിഷയം ആദ്യം മുതൽ കൊണ്ട് വായിച്ച് അർത്ഥം വെച്ച് പോരണം. ഇപ്പം നിങ്ങളുടെ അഭിപ്രായ പ്രകാരം ഇബ്നു തൈമിയ്യ ഇസ്തിഗാസ വിരോധിയല്ലല്ലോ. നിങ്ങളെന്താ ഇവിടെ പ്രചരിപ്പിക്കാറ്? ലോകത്ത് ആദ്യമായിട്ട് ഇസ്തിഗാസ ഷിർക്കാണ് എന്ന് പറഞ്ഞ വ്യക്തി ഇബ്നു തൈമിയ്യയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ ചീത്ത വിളിക്കുന്ന ആളുകളല്ലേ നിങ്ങൾ? അപ്പോൾ ഇതിപ്പോൾ എന്താ, നിങ്ങളെ വാദപ്രകാരം ഇപ്പോൾ ഇസ്തിഗാസ അനുകൂലിയായി മാറിയല്ലോ ഇപ്പോൾ മൂപ്പര്. അപ്പോൾ എന്താ വലൈസ ഹാദാ നഹ്നു മിമ്മാ ഫീഹി എന്നുള്ളത് അറിയണമെങ്കിലേ ആ വിഷയം ആദ്യം മുതൽ ഇങ്ങനെ വായിച്ച് അർത്ഥം വെച്ച് പോരണം. അപ്പം അദ്ദേഹം ഇസ്തിഗാസ വിരോധിയാണ്. അതൊന്നും നമ്മുടെ വിഷയത്തിൽപ്പെട്ടതല്ല. അങ്ങനെ സംഭവിക്കുന്നുണ്ട് എന്നതുകൊണ്ട് ആ കാര്യം ചെയ്യൽ അതിന് അനുവദനീയമാണെന്ന് വരൂല. അതാണ് അദ്ദേഹം അവിടെ സമർത്ഥിക്കുന്നത്. മുസ്ലിയാരെ, അരവരി വായിച്ചിട്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചിട്ട് കാര്യമില്ല മുസ്ലിയാരെ. അത് നിങ്ങളുടെ കുഞ്ഞാടുകളുടെ അടുത്ത് നടക്കുള്ളൂ മുസ്ലിയാരെ. അപ്പം അതുകൊണ്ട് ധൈര്യമുണ്ടെങ്കിൽ ആ വിഷയം തുടങ്ങുന്നത് മുതൽ ഇങ്ങോട്ട് വായിച്ച് അർത്ഥം വെച്ച് വായോ. അപ്പോൾ ജനങ്ങൾ പഠിക്കട്ടെ, മനസ്സിലാക്കിക്കോളും എന്താണ് അവിടുത്തെ വിഷയം എന്നുള്ളത്. സുബഹയായി പോവും ഓരോന്ന് വായിക്കാൻ നിന്നാൽ. ഇബ്നു തൈമിയ്യ എഴുതി വെച്ചത് കണ്ടോ? അപ്രകാരം അതാ ഒരു വ്യക്തി റസൂലുള്ളാഹി തങ്ങളുടെ ഖബറിൽ റജുൽ ഒരാൾ വന്നു. ആരാധത് മുസ്ലിമാണ്, മൂമിനാണ്, ഉത്തമ നൂറ്റാണ്ടിൽ ജീവിച്ച വലിയ മഹാനാണ്, 1-ാം നൂറ്റാണ്ടിൽ ജീവിച്ച മഹാനാണ്. അവരാരാണെന്ന് ഇൻഷാ അല്ലാഹ് പിന്നെ പറയാം. അങ്ങനെ റസൂലുള്ളാഹി തങ്ങളുടെ ഖബറിന്റെ അടുത്താണ് വന്നത്. റസൂലുള്ളാഹി തങ്ങളിലേക്ക് വന്നത്. നിങ്ങളുടെ വാദം അമ്പിയാക്കളും മൗലിയാക്കളൊക്കെ വിഗ്രഹം, അതാ നിങ്ങളെ കുഴപ്പം. നിങ്ങളും നമ്മളും തമ്മിലുള്ള വ്യത്യാസം എന്താ? നിങ്ങൾ മഹാന്മാരെ കുറിച്ച് പറയുന്നത് അവരൊക്കെ വിഗ്രഹങ്ങളാണോ? നമ്മൾ പറയുന്ന കുട്ടികളെ അവരെല്ലാം മഹാന്മാരാണ് കേട്ടോ, വിഗ്രഹമാണെന്ന് പറയാൻ പാടില്ല. അത് ബഹുദൈവ വിശ്വാസികളുടെ വാദഗതികളാണ്, അബൂജയിലെ സിദ്ധാന്തമാണ്. അങ്ങനെ വന്നിട്ട് ഫശക്ക ഇലൈഹി, ഖബറിൽ കിടക്കുന്ന റസൂലുള്ളാഹി തങ്ങളോട് ഇസ്തിഗാസ നടത്തി. ആരാ പറയുന്നത്? ഇബ്നു തൈമിയ്യ. ഇത് ശിർക്കല്ലേ? ലോകത്ത് കഴിഞ്ഞു പോയ ആരെങ്കിലും ഇത് ശിർക്കാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ കിതാബ് ഉദ്ധരിക്ക്. പ്രമാണങ്ങൾ ഇങ്ങനെ കിതാബ് വെച്ചിട്ടായിരിക്കണം, അല്ലാതെ നിങ്ങളെ ഈ തോന്നിവാസം പറയാനല്ല ഇവിടെ വാദപ്രതിവാദത്തിന് വേണ്ടി നമ്മൾ ഒത്തുകൂടിയത്. എന്ന് മാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അങ്ങനെ സഹായം നബിയോട് ചോദിച്ചപ്പോഴോ ആ ജദബുൽ ആമർ റമാദ, മഴയില്ല, വെണ്ണീറായ ദിവസം, മഴയില്ലാത്ത കാലം,
ഫറാഹു റസൂലുള്ളാഹി തങ്ങളെ കണ്ടു, സ്വപ്നം കണ്ടു. വഹുവ യഅ്മുറുഹു വഫാത്തായ നബി കൽപ്പിച്ചു. ആരാ പറയണത്? ഇബ്നു തൈമിയ്യ. വഫാത്തായ നബി കൽപ്പിക്കോ? എന്ത് കൽപ്പിക്കാൻ? അയ്യത്തിയ ഉമർ തങ്ങളുടെ സമീപത്ത് പോകണം കേട്ടോ നിങ്ങൾ. ഫയഅ്മുറുഹു ഉമർ തങ്ങളോട് നിങ്ങൾ പറയാൻ കേട്ടോ. അയ്യഖ്റുജ യസ്തസ്ഖി ബിന്നാസ് ജനങ്ങളെയും കൂട്ടിയിട്ട് ഇസ്തിസ്ഖാ മഴയെ തേടിയുള്ള നിസ്കാരം നിസ്കരിക്കാൻ ഉമർ ഇബ്നു ഖത്താബ് തങ്ങളോട് നിങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറ. സുബ്ഹാന ജല്ല ജലാലുഹു. വഫാത്തായ നബി ശിർക്കിൽ കൂട്ടി നിൽക്കോ മൗലിമാരെ? ലോകത്ത് കഴിഞ്ഞു പോയ ഇബ്നു തൈമിയ്യ അടക്കം ലോകത്ത് കഴിഞ്ഞു പോയ ആരും ഇത് ശിർക്കാന്ന് പറഞ്ഞിട്ടില്ല. ഉണ്ടെങ്കിൽ കിതാബ് ഹാജറാക്ക്. കിതാബ് വെച്ചിട്ടാ സംസാരം. ഇത് നിങ്ങളുടെ ഭാഗത്തിൽ ശിർക്കല്ലേ? നിങ്ങളുടെ ഭാഗത്ത് ബഹുദൈവ ആരാധനയല്ലേ? ഖബർ പൂജയല്ലേ? ഇബ്നു തൈമിയ്യ മുശ്രിക്കാക്ക്. നിങ്ങൾ കാണട്ടെ, ഇബ്നു തൈമിയ്യ നിങ്ങൾ 1 നമ്പർ കട്ട മുശ്രിക്കാക്ക്. നമ്മൾ കിതാബ് മുഴുവൻ വായിക്കാൻ വേണ്ടി വന്ന ആളല്ല. സൂറത്തുൽ ഇഖ്ലാസ് ഓതി കൊടുക്കാൻ പറഞ്ഞ ഫാത്തിമ ഓതി കൊടുക്കണ്ട, സൂറത്തുൽ ഇഖ്ലാസ് ഓതി കൊടുത്താൽ മതി. നമ്മൾ ഇബ്നു തൈമിയ്യയുടെ കിതാബ് ഇവിടെ ദർസെടുത്ത വന്നതാ അല്ല. നമ്മൾ പറഞ്ഞ കണ്ടന്റ് മൗദൂ, ഞാൻ ഇവിടെ വിഷയത്തിന്റെ മൗദൂ നട്ടല് പൊട്ടിച്ചിട്ടുണ്ട്. നമ്മൾ പറഞ്ഞ വിഷയം അതിൽ ഉണ്ടോ ഇല്ലെന്ന് നോക്കേണ്ടതുള്ളൂ. ഇബ്നു തൈമിയ്യയുടെ കിതാബ് വായിക്കാൻ വേണ്ടി വന്നവരല്ല. നമ്മൾ പറഞ്ഞ വിഷയം അതിൽ ഉണ്ടോ ഇല്ല ഇപ്പോൾ നിങ്ങൾ വായിച്ചിട്ടില്ല. നിങ്ങൾ ഇവിടെ ഈ മടലിമ ചവിട്ടിയത് പോലെയാണ്. ഇവിടെ ചവിട്ടുമ്പോൾ അവിടെ പൊങ്ങും, അവിടെ ചവിട്ടുമ്പോൾ ഇപ്പുറത്ത് പൊങ്ങും. നിങ്ങൾക്ക് ഗത്യന്തര ഇല്ല, നിങ്ങളെ വിടുന്ന പരിപാടിയില്ല. ഇബ്നു തൈമിയ്യ പറഞ്ഞതുപോലെ കദാലിക സുആലു ബഅദിഹിം ലിനബിയ്യിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഔ ലിഗൈരിഹി മിൻ ഉമ്മത്തിഹി ഹാജത്തുൻ. കണ്ടോ, അപ്രകാരം നബിയോട് ചോദിച്ചു. അങ്ങനെയല്ലേ? അതെ, വഫാത്തായ നബിയോട് ചോദിച്ചു. ഔ അല്ലെങ്കിൽ ഗൈരിഹി മിൻ ഉമ്മത്തിഹി നബി തങ്ങളുടെ താഴേക്കിടയിലുള്ള ഔലിയാക്കൾ മഹാന്മാക്കളോട് ചോദിച്ചു. ഇത് ശരിയല്ലേ? എന്ന് ചോദിച്ചു. ഹാജത്തുൻ ആവശ്യങ്ങൾ ചോദിച്ചു. ചോദിച്ചപ്പോൾ ഫതുഖ്ലാ ലഹു എന്നാ എൻ്റെ അർത്ഥം, ചോദിച്ച ആളുകളുടെ ആവശ്യം നിറവേറപ്പെട്ടു, പൂർത്തീകരിക്കപ്പെട്ടു. ഫഇന്ന ഹാദാ ഖദ് വഖഅ കസീറൻ ധാരാളം സംഭവങ്ങൾ മരിച്ചവരോട് ചോദിച്ചപ്പോൾ കിട്ടിയ ധാരാളം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ബാക്കിയായിട്ടുണ്ട് ലോകത്ത്. അപ്പൊ ലോകത്ത് നടന്ന സംഭവത്തെ കുറിച്ച് നമ്മൾ പിന്നെ തർക്കിക്കണോ? വേണ്ട. വലൈസ ഹുവ മിമ്മാ നഹ്നു ഫീഹി നമ്മൾ ഇതൊന്നും ചർച്ച ചെയ്യുന്നില്ല, നമ്മളത് എതിർക്കുന്നില്ല. എന്നിട്ടോ നിങ്ങൾ നോക്കി ഇബ്നു തൈമിയ്യ വീണ്ടും പറയുന്നു വഅക്സറു ഹൗലായി സായിലിനൽ മുൽഹീന ലിമാ ഹും ഫീഹി മിനൽ ഹാലി നബിയോട് ചോദിക്കുന്ന ആളുകൾക്ക്, നബി പ്രേമികൾക്ക് ഒരുതരം ഹാലാണ്. എന്താണ് അവരുടെ ഹാല്? മുഅ്മിനീങ്ങൾക്ക് നേതാവല്ലേ, ലൗലം യുജാബു നേതാവിനോട് ചോദിച്ചിട്ട് നേതാവ് ഉത്തരം കൊടുത്തില്ലെങ്കിലോ ലതറബ ഈമാനുഹും അനുയായികൾക്ക് ഈമാൻ പതറിപ്പോകും. ഈമാൻ പതറിപ്പോകാതിരിക്കാൻ, ഇസ്ലാമിൽ തെറ്റാതിരിക്കാൻ വേണ്ടി വഫാത്തായ നബി കൊടുക്കും. കമാ ഏതുപോലെ അന്നസായിന ബിഹി നബി തങ്ങൾ കൊടുത്തതുപോലെ ചോദിച്ച ആളുകൾക്ക് ഫിൽ ഹയാത്തി ജീവിത കാലഘട്ടത്തിൽ കാനു കദാലിക അപ്രകാരം വഫാത്തിലും റസൂലുള്ളാഹി തങ്ങൾ കൊടുക്കും. കൊടുത്തില്ലെങ്കിൽ ഈമാൻ തെറ്റിപ്പോകും, തെറ്റാതിരിക്കാൻ വഫാത്തായ നബി കൊടുക്കും എന്നല്ല. വഫീഹിം നബിയോട് ചോദിച്ചവരുടെ കൂട്ടത്തിലുണ്ട് മൻ ചില ആളുകളുടെ ഉജീബ നബി ഉത്തരം ചെയ്തു. അങ്ങനെയല്ലേ ഉള്ളത്. ഇങ്ങനെ വായിക്കേ, ഞാൻ പറഞ്ഞില്ല എവിടാ തെറ്റുള്ളത്. ഇതുപോലെ മൗലി വായിച്ചിട്ട് പറ. തീർന്നിട്ടില്ല കേട്ടോ, തീർന്നിട്ടില്ല. വീണ്ടും കാണാം. ഉമിറ കൽപ്പിക്കപ്പെട്ടു. ആര് കൽപ്പിക്കപ്പെട്ടു? അല്ലാഹ് അല്ല, വഫാത്തായ നബി അവരോട് പറഞ്ഞു അത്രേ. ഉമിറ ബിൽ ഖുറൂജ് മിനൽ മദീന മദീനന്റെ പുറത്തു പോയി നിങ്ങൾ ദീനീ പ്രവർത്തനം നടത്തൂ എന്നല്ല. ഫഹാദൽ ഖദുർ ഹാദ എന്ന് പറഞ്ഞ ലാഹിറായ സമാനിലേക്കുള്ള ഇഷാറത്താണ് മൗലവിയത്. ഹാദ നബിയോട് ചോദിച്ചപ്പോൾ നബി കൊടുത്തതും ഉത്തരം ചെയ്തതും കൊണ്ടല്ല ഈ സംഭവങ്ങൾ ഉണ്ടല്ലോ. ഫഹാദൽ ഖദുർ ഇപ്പറഞ്ഞ കഴിവ് ഇദാ ബഖാ യകൂനു കറാമത്തൻ ലി സ്വാഹിബിൽ ഖബരി അത് ഖബറിൽ കിടക്കുന്ന മുത്ത് നബി തങ്ങളുടെ കറാമത്താണ് എന്നല്ല. അമ്മ അയ്യദുല്ല അത് അറിയിക്കുന്നുണ്ട് എന്തിന്റെ മേൽ? അലാ ഹുസ്നി ഹാലി സായിലി വഫാത്തായ മഹാന്മാക്കളോട് ചോദിക്കുന്ന നബിയോടും നബി തങ്ങളുടെ താഴേക്കിടയിലുള്ള ഔലി ഗൈരിഹി മിൻ ഉമ്മത്തി എന്ന് പറഞ്ഞില്ലേ, നബിയോടും നബിയുടെ താഴേക്കിടയിലുള്ള മഹാന്മാക്കളോടും ചോദിച്ചു എന്നല്ലേ പറഞ്ഞത്. അവരോട് ചോദിച്ച ആളുകളുടെ നല്ല അവസ്ഥയാണ്, അവസ്ഥയുടെ മേൽ അറിയിക്കുന്ന തെളിവാണ് കേട്ടോ. ഫലാ ഫർഖ ബൈന ഹാദാ വഹാദാ ജീവിത കാലഘട്ടം വഫാത്ത് അതൊന്നും ഇവിടെ വ്യത്യാസമില്ല. ജീവിത കാലഘട്ടത്തിൽ നബിയാണ്, റസൂലാണ്, മുഅ്ജിസത്ത്, കറാമത്ത് ഈ വിശ്വാസത്തിലാണ് ചോദിച്ചത്. വഫാത്തിലും തദൈവ ഈ വിശ്വാസത്തിലാണ് ചോദിച്ചത്. കണ്ട, അള്ളയാണെന്നല്ല, ദൈവമാണെന്നല്ല, ദൈവ അവതാരമാണെന്നല്ല, ദൈവത്തിന്റെ പുത്രനാണെന്നല്ല, അള്ളാനെ പോലെയാണെന്നല്ല, ഖാലിഖാണ് പടച്ചവനാണ് എന്നൊക്കെ ചോദിച്ചത് അല്ല. അബ്ദുഹു വറസൂലു അള്ളാന്റെ റസൂൽ അള്ളാന്റെ അടിമയും റസൂലുമാണ്. റസൂലുള്ളാഹിന്റെ അർത്ഥം അള്ളാന്റെ റസൂൽ എന്നാ മൗലവി. വലിയുള്ളാഹി എന്ന് പറഞ്ഞ പടച്ചവനെന്ന് അള്ളാന്റെ വലിയ ഈ വിശ്വാസത്തിലാണ് ജീവിത കാലഘട്ടത്തിൽ ചോദിച്ചത്. വഫാത്തിന് ഇതുപോലെ വിശ്വാസം, ഈ വിശ്വാസത്തിലാണ് ചോദിച്ചപ്പം കൊടുത്തു. ആരാ പറയുന്നത്? ഇബ്നു തൈമിയ്യ. ഇതുപോലെ വായിക്കാം. ആൺകുട്ടിയാണെങ്കിൽ വായിച്ചിട്ട് പറ.
അങ്ങനെ പലതും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. കദാലിക മാ യുർവ, റിവായത്ത് ചെയ്യപ്പെടുന്നുണ്ട്. ആരപ്പോൾ ഇല്ല എന്ന് പറഞ്ഞു? അങ്ങനെ റിവായത്ത് ചെയ്യപ്പെടുന്നുണ്ടല്ലോ. അങ്ങനെ റിവായത്ത് ഇല്ല എന്ന് ഇപ്പോൾ ആരെങ്കിലും പറഞ്ഞോ? എന്താണ് ഇയാൾ വിഡ്ഢിത്തം പറയുന്നത്? എന്തിനാ ഇപ്പം നമ്മൾ അങ്ങോട്ടൊക്കെ പോണ്? ഗുരുവായൂർ അമ്പലത്തേക്ക് തുലാഭാരം നേർച്ചയാക്കിയിട്ട് ഏതോ രാജ്യർക്ക് കുട്ടികളുണ്ടായി. അപ്പോൾ ആചാര വിശ്വാസം എന്താണ്? ഗുരുവായൂരപ്പൻ കുട്ടികളെ തന്ന് എന്നാണ്. മനസ്സിലായോ? അപ്പോൾ അയാളെ വിശ്വാസപ്രകാരം അയാൾക്കും എന്തുണ്ടായിക്കണ്? എന്താണ്? അദ്ദേഹത്തിന് ആഗ്രഹ സഫലീകരണം ഉണ്ടായി ഗുരുവായൂർ അമ്പലത്തിലേക്ക് നേർച്ചയാക്കിയിട്ടും. അതുകൊണ്ട് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ആ പണി അനുവദനീയമാണ് എന്ന് വരുമോ? ഒരിക്കലും ഇല്ല. ഒക്കെ ബോധ്യപ്പെടും. സൂറത്തുൽ ഇഖ്ലാസ് ഓതാൻ പറഞ്ഞാലേ ലം യലിദ് വലം യൂലദ് അവിടെ മാത്രം ഓതിയാൽ പോരാ. ഖുൽ ഹുവല്ലാഹു അഹദ് അവിടെ മുതൽ ഓതണം. അപ്പോൾ ഇബ്നു തൈമിയ്യ റഹ്മഹുല്ലാ എന്താണോ ആ വിഷയം, എവിടെ മുതലാണോ ചർച്ച തുടങ്ങിയത് അവിടെ മുതലെങ്കിലും ഒന്ന് വായിച്ചർത്ഥം വെച്ച് കൊടുക്ക്. അപ്പോൾ ജനങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ തട്ടിപ്പ്, നിങ്ങളാൾ തട്ടിപ്പനാണ്. ഇബ്നു തൈമിയ്യ റഹ്മഹുല്ലാ ഒരിക്കലും വഫാത്തായ റസൂലുള്ള ഉത്തരം ചെയ്യുമെന്ന് പറഞ്ഞിട്ടില്ല. മനസ്സിലായോ? വഫാത്തായ റസൂലുള്ളാഹി തങ്ങൾ വഫാത്തിന് ശേഷം ഉത്തരം ചെയ്തു എന്നോ ഉത്തരം ചെയ്യുമെന്നോ ഇബ്നു തൈമിയ്യ ഒരിക്കലും പറഞ്ഞിട്ടില്ല. അതൊക്കെ അദ്ദേഹത്തിന്റെ പേരിൽ നിങ്ങൾ നടത്തുന്ന കളവാണ്. ലക്ഷം വരുന്ന ഔലിയ രണ്ടാമത്തെ കിതാബാണ്. എത്ര ഇബാറത്ത് ഞാൻ ഉദ്ധരിച്ചത്? ഇബ്നു തൈമിയ്യയുടെ കിതാബിൽ നിന്ന് തന്നെ. ഇത് 900 കൊല്ലം മുമ്പ് ജീവിച്ച് ഇവിടെ പറഞ്ഞു പോയ മുഹിയുദ്ദീൻ ഷേഖ് റളിയല്ലാഹു അൻഹു ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് സാധാരണക്കാർ പഠിക്കണം. മുഹിയുദ്ദീൻ ഷേഖ് തങ്ങൾ ഇവിടെ പഠിപ്പിക്കുന്ന ആശയം സുന്ന ജമാഅത്താണ്. മുഹിയുദ്ദീൻ ഷേഖ് തങ്ങൾ ഖുർആൻ വിശദീകരിച്ച നിലപാടിലാണ് ഞങ്ങളുള്ളത്. മൗലവി നിലപാടില്ല. മുഹിയുദ്ദീൻ ഷേഖ് തങ്ങളെ ഇപ്പോൾ കാഫറാക്കാൻ പോകണം. ഞങ്ങൾ മുശ്രിക്കാണെന്ന് നിങ്ങളുടെ വാദം, ഞങ്ങൾ ഷിർക്കാണെന്ന് പറയും. ഞങ്ങൾ മുശ്രിക്കാണ്, ഞങ്ങൾ ഷിർക്ക് ചെയ്യുന്നവരാണെന്നല്ലേ. എന്നാൽ മുഹിയുദ്ദീൻ ഷേഖ് തങ്ങൾ മുശ്രിക്കാണ്, ഷിർക്ക് ചെയ്ത ആളാണ് എന്ന് തൊള്ളുകൊണ്ട് പറഞ്ഞ് ഞങ്ങൾ കേൾക്കട്ടെ. തർക്കയില്ല. മുഹിയുദ്ദീൻ ഷേഖ് റളിയല്ലാഹു തആല അൻഹു തങ്ങളുടെ കിതാബുൽ ഹുന്നിയ മഹാനവറുകൾ പറയുന്നു, ഫൈദ മന്നല്ലാഹു തആല ബിൽ ആഫിയത്തി വഖദിമൽ മദീന, മദീനയിൽ പോകാൻ വേണ്ടി ഒരാൾക്ക് അല്ലാഹു തആല തൗഫീഖ്, സൗഖ്യം നൽകിയാൽ എന്ത് ചെയ്യണം? അവൻ പറയാം, അല്ലാഹുമ്മ ഇന്നക ഖുൽത ഫീ കിതാബിക ലിനബീക വലു അന്നഹും യളലിമു അൻഫുസഹും ജാഊക. അല്ലാഹുവേ, നീ നിന്റെ ഹബീബായ നബി തങ്ങൾക്ക് അതാ ഇറക്കി കൊടുത്ത കിതാബിലുണ്ടല്ലോ, സൂറത്ത് നിസാഇന്റെ 64-ാമത്തെ ആയത്ത്, തെറ്റ് ചെയ്തു പോയ ആളുകൾ റസൂലുള്ളാഹി തങ്ങളുടെ സമീപത്ത് സങ്കടം പറയണം എന്നുണ്ടല്ലോ. അല്ലാഹ് വ ഇന്നി അതൈതു നബീക തായിബൻ മിൻ ദുനൂബി മുസ്തഗ്ഫിറ ഫസ്അലുക അൻ തൂജിബിലി അൽ മഗ്ഫിറത കമാ ഔജബതഹാ ലിമൻ അതാഹു ഫീ ഹാലി ഹയാത്തിഹി. സുബ്ഹാനല്ലാഹ്, എത്ര വലിയ വാക്കാണ്. അല്ലാഹുവേ, ഞാൻ ജീവിത കാലഘട്ടത്തിൽ നബി തങ്ങളുടെ സമീപത്ത് വന്നിട്ട് സങ്കടം പറഞ്ഞാൽ നീ പുറത്തു കൊടുക്കുമല്ലോ, അതുപോലെ ഞാൻ ആ വഫാത്തിന് ശേഷവും ഞാൻ തൗബ ചെയ്തവനായ നിലയിൽ നിന്റെ നബി തങ്ങളെ സമീപിച്ചിരിക്കുന്നു അല്ലാഹ്. അതുകൊണ്ട് തങ്ങളുടെ സമീപത്ത് വന്നിരിക്കുന്നു അല്ലാഹ്. അല്ലാഹുമ്മ ഇന്നി അതവജ്ജഹു ഇലൈക ബിനബീക അലൈഹിസ്സലാമു നബിയ്യർ റഹ്മ, അനുഗ്രഹത്തിന്റെ നബിയെ കൊണ്ട് ഞാൻ മുന്നിടിച്ചിരിക്കുന്നു അല്ലാഹ്. യാ റസൂലല്ലാഹ്, ഇസ്തിഗാസയാണ്. യാ റസൂലല്ലാഹ്, ഓ അല്ലാഹുവിന്റെ റസൂലായവരെ, ഇന്നി അതവജ്ജഹു ബിക ഇലാ റബ്ബി ലിയഗ്ഫിർ ലി ദുനൂബി, ഞാൻ തങ്ങളെ കൊണ്ട് അല്ലാഹുവിലേക്ക് ഇടതേട്ടം തേടുന്നു. എന്തിനു വേണ്ടി? എന്റെ ദോഷം പുറത്തു കിട്ടാൻ വേണ്ടിയാണ്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബിഹഖ്ഖിഹി, അല്ലാഹുവേ, നബി തങ്ങളുടെ ഹക്ക് കൊണ്ട് ഞാൻ നിന്നോട് ചോദിക്കുന്നു, അൻ തഗ്ഫിർ ലി വതർഹംനി, എന്റെ ദോഷം എനിക്ക് റഹ്മത്ത് കിട്ടാൻ, എൻ്റെ ദോഷം പൊറുക്കാൻ നബി തങ്ങളുടെ ഹക്ക് കൊണ്ട് ഞാൻ ചോദിക്കുന്നു അല്ലാഹ് എന്ന് റസൂലുള്ളാഹി തങ്ങളോട് പറഞ്ഞ് യാ റസൂലല്ലാഹ് എന്ന് വിളിച്ച് നബി തങ്ങളുടെ ഹക്ക് കൊണ്ട് തേടി. കണ്ടോ, വലു അന്നഹും യളലിമു മുഹമ്മദ് ജാഊക എന്ന ആയത്തിൽ നിന്ന് എത്ര തെളിവാ പറഞ്ഞത്? ഇസ്തിഗാസയും തവസ്സുലും തശഫുഉം ഇസ്തിശ്ഫാഉം ഹക്കും ജാഹും ബറക്കത്തും ഒറ്റ ആയത്ത് കൊണ്ട് മുഹിയുദ്ദീൻ ഷേഖ് തങ്ങൾ 900 കൊല്ലം മുമ്പ് തഫ്സീർ എഴുതി വെക്കുന്നു. കണ്ടോ, ഇതാണ് റസൂലുള്ളാഹി തങ്ങളെ വിളിക്കാൻ തെളിവ്. സൂറത്ത് നിസായിലെ 64-ാമത്തെ ആയത്ത് ഇപ്പോഴും വായിച്ചു. അങ്ങനെ റിവായത്ത് ചെയ്യപ്പെടുന്നുണ്ട്, പെടുന്നില്ല എന്നാരെങ്കിലും പറഞ്ഞൊന്നു? ഇപ്പൊ ഉണ്ടെന്ന് സമ്മതിച്ചല്ലോ. അങ്ങനെ ഷിർക്കൊണ്ട് റിവായത്ത് ചെയ്യാൻ പറ്റുമോ? പൊട്ടത്തരം പറയുന്ന ഷിർക്കൊണ്ട് ആരെങ്കിലും റിവായത്ത് ചെയ്യോ? അങ്ങനെ റിവായത്ത് ഇബ്നു തൈമിയ്യ എഴുതി വെക്കോ? അങ്ങനെ എഴുതി വെക്കുന്നത് ഇമാമാവോ? ഷെയ്ഖുൽ ഇസ്ലാമിന്റെ ഗുരു ആകോ? അങ്ങനെ ആകോ? ആ റിവായത്ത് ഷിർക്കെന്ന ഇബ്നു തൈമിയ്യ പറഞ്ഞത്? ലോകത്ത് കഴിഞ്ഞു പോയി ആരെങ്കിലും ഷിർക്കാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ, ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ പേരിൽ ആരെങ്കിലും ഷിർക്കൊണ്ട് റിവായത്ത് ചെയ്യോ? മൗലി ഫഹാദ കുല്ലു ഹാഖ് എന്നവിടെ പറഞ്ഞില്ലേ? അത് റസൂലുള്ളാഹി തങ്ങൾ കൊടുത്തു എന്ന് അവിടെ ഇല്ലേ? റസൂലുള്ളാഹി തങ്ങൾ കറാമത്താണെന്ന് അവിടെ ഇല്ലേ? എന്താ മൗലി വായിക്കാത്ത ഒരു 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 ഉരുണ്ടുകളിൽ? ഇത് നാണക്കേടാണ്. നിങ്ങളിപ്പോൾ വിഗ്രഹവും മണ്ണും പൊടിയൊന്നും വിട്ടില്ലേ? ഇന്നാലില്ലാഹി വയസ്സാം കാലത്ത് മരിക്കേണ്ട കാക്ക നിങ്ങൾക്ക് ചോദിച്ചു വരുന്നില്ല. മുസ്ലിയാരെ, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇബ്നു തൈമിയ്യ പറഞ്ഞാലും മുഹിയുദ്ദീൻ ഷെയ്ഖ് പറഞ്ഞാലും ഷാഫി ഇമാം പറഞ്ഞാലും
പറയുന്നത് പ്രമാണത്തിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ സ്വീകരിക്കും. ഇവിടെ നമുക്ക് സ്വഹാബത്തിൻ്റെ ജീവിതം നമ്മൾ എന്തുകൊണ്ട് പരിശോധിക്കുന്നില്ല? റസൂലുള്ളാഹി തങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് റസൂലുള്ളാഹിനോട് ദുആ ചെയ്യാൻ പറഞ്ഞിരുന്ന സ്വഹാബത്ത്, അവരുടെ വിഷയങ്ങളിൽ ഇടപെടിപ്പിച്ചിരുന്ന സ്വഹാബത്ത്, സംശയങ്ങൾ ചോദിച്ചിരുന്ന സ്വഹാബത്ത്, അവരുടെ വിഷയത്തിൽ വിധി തേടി വന്നിരുന്ന സ്വഹാബത്ത്, ആ സ്വഹാബത്ത് റസൂലുള്ളാഹി വഫാത്തായതിനു ശേഷം ദുആ ചെയ്യാൻ ആവശ്യപ്പെടുന്നില്ല, വിധി തേടി പോകുന്നില്ല, മസ്അല ചോദിച്ചു വരുന്നില്ല, പ്രശ്നത്തിൽ ഇടപെടിപ്പിക്കുന്നില്ല. എന്താ കാരണം? വഫാത്തായ റസൂലുള്ളാഹിക്ക് അതിന് സാധ്യമല്ല എന്നവർക്കറിയാണ് നോക്കേണ്ടത്. പ്രമാണമില്ല, മസ്അല ചോദിച്ചു വരുന്നില്ല. കാരണം വഫാത്തായ റസൂലുള്ളാഹിക്ക് അതിന് സാധ്യമല്ല എന്നവർക്കറിയാം. മനസ്സിലായോ? അപ്പം നമ്മളിവിടെ പ്രമാണം എന്താണോ എന്നതാണ് നോക്കേണ്ടത്. പ്രമാണത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞാൽ സ്വീകരിക്കും. ഇവിടെ അപ്പം നമ്മളിവിടെ പ്രമാണം എന്താണോ എന്നതാണ് നോക്കേണ്ടത്. പ്രമാണത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞാൽ സ്വീകരിക്കും. ഇവിടെ വലോ അന്നഹും യളമു അൻഫുസഹും ജാഊക എന്നത് അതാ മുനാഫിഖീങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. ഏത് മുനാഫിഖീങ്ങൾ? റസൂലുള്ളാഹിൻ്റെ അടുത്ത് വിധി തേടി വരാതെ ജൂത നേതാവിൻ്റെ അടുത്തേക്ക് വിധി തേടിപ്പോയ മുനാഫിഖീങ്ങൾ. അവരുടെ ദോഷം അല്ലാഹ് പൊറുക്കണമെങ്കിൽ അള്ളാഹു അവരോട് ചില നിർദ്ദേശങ്ങൾ വെക്കുകയാണ്. മുസ്ലിമീങ്ങളെ പറ്റി പറയുന്ന മുഅ്മിനീങ്ങളെ പറ്റി പറയുന്നതിൽ മുനാഫിഖീങ്ങൾ കടക്കൂലല്ലോ. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. ഇതൊക്കെ മുഅ്മിനീങ്ങളെ പറ്റി പറയുന്നതാണ്. അത് മുനാഫിഖീങ്ങൾക്ക് ബാധകമല്ല. വലോ അന്നഹും ഇളമു അൻഫുസഹും ജാഊക എന്നത് മുനാഫിഖീങ്ങളെ പറ്റി പറയുന്നതാണ്. അത് മുഅ്മിനീങ്ങൾക്ക് ബാധകമല്ല. വലോ അന്നഹും സബറു ഹത്താ തഖ്റുജ ഇലൈഹിം എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ റസൂലിനോട് അപമര്യാദയായി പെരുമാറുന്ന ആളുകളെ പറ്റി പറഞ്ഞതാണ്. അതിലൊരിക്കലും മര്യാദ കാണിക്കുന്ന സ്വഹാബത്ത് അതിന് ബാധകമല്ല. ഓരോന്നിൻ്റെ അതിൻ്റേതായ ആൾക്കാർക്ക് വെച്ചു കൊടുക്കണ്ടേ? വീണ്ടും പൊട്ടത്തരം. പ്രമാണം എന്ന് പറഞ്ഞാൽ എന്താ? പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിൽ സ്വീകരിക്കുന്നു. മുഹയ്യിദ്ദീൻ ശൈഖ് തങ്ങൾ പറഞ്ഞു പ്രമാണമാണോ? വലു അന്നഹും യളമു അൻഫുസഹും ജാഊക പ്രമാണം അല്ലേ? വലു അന്നഹും ഇളമു അൻഫുസഹും ജാഊക എന്നത് പ്രമാണം അല്ലേ? അത് പിന്നെ എന്താ അത്? ഈ മൗലവി ഈ തലയും കെട്ടിട്ട് ഈ തോന്നിവാസം പറയുന്നത് നിങ്ങളൊന്ന് അവസാനിപ്പിക്കും. വലുവന്നഹും ഇളമു അൻഫുസഹും ജാഊക എന്ന് പറഞ്ഞ എന്താ? ഖുർആൻ ആയത്താ മൗലവി. ഈ ഖുർആൻ ആയത്ത് ഇയാൾക്കറിയില്ലേ? നാണക്കേട്. ഖുർആൻ ആയത്ത് പോലും പ്രമാണമായി അറിയാത്ത ഈ മൗലവിയ സംവാദത്തിന് നടക്കുന്നത്. സയ്യേ, നാണക്കേടല്ലേ ഇത്? വലുവന്നഹും ഇളമു അൻഫുസഹും ജാഊക എന്ന ആയത്താണ് തെളിവെന്ന് റസൂലുള്ളാഹി തങ്ങളോട് ചോദിക്കാൻ. പിന്നെ മുഹയ്യിദ്ദീൻ ശൈഖ് തങ്ങൾ പറഞ്ഞ തെളിവല്ലേ? മുസ്ലിം ലോകത്തിന് തെളിവാണ്. നിങ്ങൾക്ക് തെളിവല്ലെന്ന് പറഞ്ഞ് മുസ്ലിം ലോകത്തിന് തെളിവാ. പിന്നെ ഖുർആൻ ആരാ വിശദീകരിക്കേണ്ടത്? നിങ്ങളോ? 900 കൊല്ലം മുമ്പ് ജീവിച്ച് വിട പറഞ്ഞു പോയ മുഹയ്യിദ്ദീൻ ശൈഖ് തങ്ങൾ വിശദീകരിച്ച വിശദീകരണം മുസ്ലിം സമുദായം അംഗീകരിക്കണോ? ഒരു ചുക്കും പഠിക്കാത്ത എന്തെങ്കിലും പരിഭാഷ വെച്ചിട്ട് പൊട്ടരം പറയണ നിങ്ങളെ മുസ്ലിം സമുദായം അംഗീകരിക്കണോ? നാണം വേണ്ടത് പറയാൻ വേണ്ടി. ആയത്തല്ലേ മുഹയ്യിദ്ദീൻ ശൈഖ് തങ്ങൾ തെളിവാക്കിയത്? ഒന്നാം പ്രമാണം ഖുർആനല്ലേ? ഖുർആൻ കൊണ്ടല്ലേ അവിടെ സബൂത്താക്കിയത്.